സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ പേടി. എഴുതിയത് ശത്രുഘ്നൻ. അർജുൻ വാസുദേവന് നല്ല ഓർമ്മയുണ്ട്. അവനെ ജീവിതത്തിൽ ആദ്യമായി പേടിപ്പിച്ചത് അവൻ്റെ അച്ഛൻ തന്നെയാണ്. അവന് അന്ന് 5 വയസ്സ് പ്രായം. നല്ല ഉഷ്ണമുള്ള ഒരു രാത്രിയിലായിരുന്നു അതുണ്ടായത്. അർജുന് തീരെ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അതിനൊരു കാരണവുമുണ്ടായി. ഗൾഫിൽ നിന്ന് ലീവിൽ വന്ന ഒരമ്മാവൻ അന്നാണ് അവൻ്റെ അച്ഛനമ്മമാരെ കാണാൻ വന്നത്. വരുമ്പോൾ അദ്ദേഹം അവനു വേണ്ടി ഒരു കാർ കളിപ്പാട്ടം കൊണ്ടുവന്നിരുന്നു. അത് വച്ച് കളിക്കുകയായിരുന്നു അർജുൻ. കളിക്കാൻ നല്ല രസമുള്ള കളിപ്പാട്ടമായിരുന്നു അത്. ചാവി കൊടുത്താൽ ആദ്യം മുന്നോട്ടും പിന്നെ അതേ വേഗത്തിൽ പിന്നോട്ടും ഓടുന്ന കാറ്. അതുകണ്ട് അവൻ ചിരിച്ച് ഒരുപാട് രസിച്ചു. രാത്രി വൈകിയും അവൻ ആ കളിപ്പാട്ടത്തിൻ്റെ കൂടെ ഇരിക്കുക തന്നെ. അപ്പോഴാണ് അവൻ്റെ അച്ഛൻ വന്ന് പറഞ്ഞത്, ഞാനും അമ്മയും ഉറങ്ങാൻ പോവാണ്. വേഗം നിന്റെ ആ ടോയ് അടച്ചു പൂട്ടി വെച്ച് കിടന്നോ അപ്പോ, അല്ലെങ്കിൽ കള്ളന്മാർ വരും, നിന്നെ ഉപദ്രവിച്ച് ആ കളിപ്പാട്ടം തട്ടിയെടുത്തുകൊണ്ട് പോകും. അച്ഛനമ്മമാർ ഉറങ്ങാൻ പോയി. പോകുമ്പോൾ അവൻ്റെ മുറിയിലെ ലൈറ്റ് കെടുത്തുകയും ചെയ്തു. അർജുൻ അന്ന് രാത്രി ഒരുപോലെ കണ്ണടച്ചില്ല. കളിപ്പാട്ടത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നു. പുറത്ത് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ശബ്ദം കേട്ടപ്പോൾ അവൻ ഞെട്ടി എഴുന്നേറ്റു. തൻ്റെ കളിപ്പാട്ടം കട്ടുകൊണ്ടുപോകാൻ ഏതോ കള്ളന്മാർ പുറത്ത് എവിടെയോ പതുങ്ങിയിരിക്കുന്നുണ്ടെന്ന് അവന് തോന്നി. രാവിലെ വരെ ഭയന്ന് കിടന്നിട്ടും പക്ഷേ ഒരു കള്ളനും വന്നില്ല. അവനെ വിളിച്ചുണർത്താനായി വന്ന അമ്മയോട് ഉണർന്നിരിക്കുക തന്നെ ആയിരുന്ന അവൻ പറഞ്ഞു, ഒരു കള്ളനും വന്നില്ലമ്മേ, എൻ്റെ കളിപ്പാട്ടം ദാ ഇവിടെ തന്നെയുണ്ട്. അമ്മ അതത്ര കാര്യമാക്കിയില്ല, കേട്ടതായി പോലും നടിച്ചില്ല. അവർ ജോലിക്ക് പോകാനുള്ള തിരക്കിലായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു, വേഗം ചെന്ന് പല്ല് തേക്ക്, പാല് ഡൈനിങ് ടേബിളിൽ വച്ചിട്ടുണ്ട്. രാധാമണി ഇപ്പോൾ വരും, ബ്രേക്ക്ഫാസ്റ്റ് അവൾ എടുത്തു തരും. അച്ഛൻ പോയോ? അർജുൻ ചോദിച്ചു. 6 മണിയുടെ ട്രെയിനിന് പോയില്ലേ? അതും പറഞ്ഞ് അമ്മ പോയി. അർജുൻ പല്ല് തേച്ച് വന്നപ്പോഴേക്ക് വേലക്കാരി രാധാമണി വന്നിരുന്നു. അവൾ അവന് ഇഡ്ഡലിയും ചട്നിയും വിളമ്പിക്കൊടുത്തു. അത് കഴിക്കുന്നതിനിടെ തന്നെ അർജുൻ അവൻ്റെ കളിപ്പാട്ടം എടുത്തുകൊണ്ടുവന്ന് രാധാമണിക്ക് കാണിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മാമ്മ കൊണ്ടുവന്നതാ, എൻ്റെ ഭാഗ്യത്തിന് കള്ളൻ വന്ന് കട്ടുണ്ടോ ഇല്ല. അമ്മയെപ്പോലെ തന്നെ രാധാമണിയും അതത്ര കാര്യമാക്കിയില്ല. അവൾക്ക് വീട്ടുജോലി വേഗം തീർത്ത് അർജുനെ പ്ലേ സ്കൂളിൽ കൊണ്ടുപോയി വിട്ട് രാധാകൃഷ്ണൻ മുതലാളിയുടെ വീട്ടിലെ ജോലിക്ക് പോകണമായിരുന്നു. എന്നാലും കുട്ടിയല്ലേ, അർജുനല്ലേ എന്നൊക്കെ കരുതിയാവാം അവൾ ഒരൗദാര്യം പോലെ പറഞ്ഞു, നാട്ടില് കള്ളന്മാരുടെ ശല്യം വല്ലാതെ കൂടിയിരിക്കണോ എൻ്റെ അർജുനോ. രാത്രി പുലരും വരെ അവരെൻ്റെ ചെതല് പിടിച്ച വാതിലുമല് മുട്ടല് തന്നെ മുട്ടല്. ഞാൻ ഉറങ്ങാതെ കളിപ്പാട്ടത്തിന് കാവല് കിടന്നല്ലോ രാധാമണി ചേച്ചി. ഒരിക്കല് കയറിപ്പറ്റിയാൽ പിന്നെ കള്ളന്മാരെ വെച്ചനില്ല അർജുനോ. മാറാൻ പറ്റില്ല, നമുക്ക് എതിർക്കാനും പറ്റില്ല. വലിയ ശക്തന്മാരാ അവറ്റ. പോരാത്തതിന് തലയ്ക്കെട്ടും ഉണ്ടാവും, മുഖംമൂടി ഉണ്ടാവും. ഷോ, ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവണു. അതോടെ കള്ളൻ എന്ന ഭയത്തിന് ഒരു രൂപം കൂടിയായി അർജുൻ്റെ മനസ്സിൽ. ആ രൂപത്തെയും ഭയത്തെയും അവൻ എപ്പോഴും കൂടെ കൊണ്ടു നടന്നു. പിന്നെ അവനെ പേടിപ്പെടുത്തിയത് അവൻ്റെ സ്കൂളിലെ ഒരു മാഷ്. അന്ന് അർജുന് 10 വയസ്സായിരുന്നു. സ്കൂൾ വളപ്പിൽ മറ്റു കുട്ടികളോടൊപ്പം ചേർന്ന് മാവിലേക്ക് കല്ലെറിയുകയായിരുന്നു അർജുൻ. ലോഹിതാക്ഷൻ മാഷ് വരുന്നത് കണ്ട് മറ്റു കുട്ടികൾ ഓടിപ്പോയി. അർജുനാകട്ടെ മാഷെ കണ്ടതുമില്ല. വന്ന ഉടനെ അവൻ്റെ പുറത്തൊരടി വച്ചു കൊടുത്തു ലോഹിതാക്ഷൻ മാഷ്. എന്നിട്ട് പറഞ്ഞു, സ്കൂൾ വളപ്പിലെ മാവ് നിന്റെ തറവാട്ടുവകയല്ല, പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും നിന്നെ ഞാൻ. നാട്ടുകാരെ പൊതിരെ തല്ലുന്ന പോലീസിന്റെ ചിത്രങ്ങൾ അവൻ TV-യിൽ ധാരാളം കണ്ടിരുന്നു. അവരുടെ കയ്യിലെങ്ങാനും കിട്ടിയാൽ പിന്നെ താൻ ജീവനോടെ ഉണ്ടാവില്ല എന്നായിരുന്നു അർജുൻ ഭയന്നത്. കള്ളൻ, പോലീസ് എന്നീ 2 ഭയങ്ങൾ അവനെ വിടാതെ പിന്തുടർന്നു. അക്കാലത്ത് തന്നെയാണ് കവലയിലെ ആലിക്കോയ മാമനും അവനെ പേടിപ്പിച്ചത്. അവൻ സ്കൂൾ വിട്ടു വരുന്ന നേരത്ത് ഒരു പാണ്ടൻ നായയെ കാണിച്ചായിരുന്നു അത്. മാറിക്കോ ചെക്ക, പേപ്പട്ടിയാ അത്. മാറാൻ പോയിട്ട് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല അർജുന്. പാണ്ടൻ നായ പക്ഷേ അവനെ കടിക്കാതെ അപ്പുറത്തുകൂടെ ഓടിപ്പോയി. അതിൻ്റെ പിന്നാലെ കമ്പും വടിയും എടുത്ത് 4-5 ചെറുപ്പക്കാരുമുണ്ടായിരുന്നു. അവർക്ക് തുണയായിട്ടെന്ന പോലെ ആലിക്കോയ മാമനും കൂടി. പോകുന്ന പോക്കിൽ അവനെ നോക്കി മാമൻ പറഞ്ഞു, ചെക്കനെന്തോ ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ വയറ്റിൽ സൂചിക്കുത്തും എടുത്ത് കിടക്കേണ്ടി വന്നേനെ.
ഒന്നും രണ്ടും ദിവസമൊന്നുമല്ല, 14. അതോടെ സൂചിക്കുത്ത് എന്ന വാക്കിനെ അവൻ പേടിക്കാൻ തുടങ്ങി. പിന്നെ ഒരിക്കൽ അവനെ പേടിപ്പിച്ചത് അവൻ്റെ അമ്മയായിരുന്നു. അന്ന് അവന് 11 വയസ്സ്. അവൻ്റെ അനുജത്തി 6 വയസ്സുകാരി ആതിരയുടെ കൂടെയിരുന്ന് മഞ്ചാടിക്കുരുക്കൾ വാരി കളിക്കുകയായിരുന്നു അവൻ. പെട്ടെന്ന് 2 മഞ്ചാടി മണികൾ ആതിരയുടെ മൂക്കിൽ കയറി. അവൾ എത്ര ശ്രമിച്ചിട്ടും അത് പുറത്തേക്കെടുക്കാൻ കഴിഞ്ഞില്ല. അർജുനും ആവുന്നത് ശ്രമിച്ചു നോക്കി. ഒടുവിൽ മൂക്ക് കടിച്ചാൽ അത് കിട്ടുമെന്ന ധാരണയിൽ അതിനായി ഒരുങ്ങുകയായിരുന്നു അവൻ. അപ്പോഴാണ് അവൻ്റെ നെറുകയിൽ തന്നെ ഇരുമ്പു ചട്ടുകം കൊണ്ട് 2 അടി വീണത്. കൂടെ അമ്മയുടെ ആക്രോശവും അർജുൻ കേട്ടു. തെമ്മാടി, എന്താ നീ ചെയ്തത്? ഈ അർജുനേട്ടൻ എൻ്റെ മൂക്കിൽ കടിച്ചു അമ്മേ, ആതിര അലറിക്കരഞ്ഞു. മഞ്ചാടിക്കുരു പുറത്തെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് വിശദീകരിക്കാനൊന്നും അവന് സാധിച്ചില്ല. തുരുതുരെ അടി ദേഹം മുഴുവൻ വീണു. അതുകൊണ്ടും തീർന്നില്ല. വൈകിയോടിയ തീവണ്ടിയിൽ കയറി രാത്രി അച്ഛൻ വന്നപ്പോഴും അർജുൻ അടി കിട്ടി. അതോടെ അവന് അവൻ്റെ അനുജത്തി ആതിരയെ കടുത്ത ഭയമായി. ഒരിക്കൽ വഴിയരികിലെ ഒരു പൊത്തിൽ നിന്ന് ഇഴഞ്ഞുവന്ന മൂർഖൻ പാമ്പ് അവനെ പേടിപ്പിച്ചു. മറ്റൊരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് സ്വന്തം നെറ്റി വെട്ടിപ്പൊളിച്ച് അവനെ പേടിപ്പിച്ചു. പിന്നെ ഒരു നാൾ കുറ്റിക്കാടിൻ്റെ മറവിൽ തോമസ് ജോണി എന്ന വിറകു കച്ചവടക്കാരനോടൊപ്പം ഇരുന്ന് വെറ്റില മുറുക്കുകയായിരുന്ന സത്യഭാമ എന്ന പെണ്ണ് അവനെ ഒച്ചയിട്ട് പേടിപ്പിച്ചു. അവളുടെ മുന്നിൽ നിന്ന് അവൻ ഒരുവിധം ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പലതിനോടുമുള്ള ഭയം കാരണം അർജുന് ക്ലാസ്സിൽ ശ്രദ്ധിക്കാനോ പാഠങ്ങൾ വേണ്ടവിധം പഠിക്കാനോ കഴിയാതായി. പരീക്ഷയിൽ അവൻ തുടർച്ചയായി തോറ്റു. അതിൻ്റെ പേരിൽ അവൻ ഒരുപാട് തല്ലും കിട്ടി. എല്ലാറ്റിനും കാരണം ഈ പേടിയാണ് എന്ന് അവൻ പലപ്പോഴും അച്ഛനമ്മമാരോട് പറഞ്ഞു നോക്കി. അവൻ്റെ ഒരു പേടി, നല്ല അടി കിട്ടാഞ്ഞിട്ടാ. അച്ഛനമ്മമാർ അവനെ ശാസിച്ച് പേടിപ്പിച്ചു. നീ നിന്റെ അനിയത്തിയെ കണ്ടു പഠിക്കേ. അവൻ്റെ അനുജത്തി ആതിര അപ്പോൾ 3-ാം ക്ലാസ്സിലായിരുന്നു. എല്ലാ വിഷയങ്ങളിലും അവൾ 1-മതുമായിരുന്നു. എത്ര ആലോചിച്ചിട്ടും അതിൻ്റെ രഹസ്യം അവന് മനസ്സിലായില്ല. ഭയം എന്നത് വല്ലാത്തൊരു രോഗമാണ് അർജുനോ. മനസ്സിലെ സങ്കടം മുഴുവൻ അവൻ്റെ ആകെയുള്ള കൂട്ടുകാരൻ്റെ മുന്നിൽ ചൊരിഞ്ഞ ഒരു വൈകുന്നേരം അച്യുത് ശങ്കർ എന്ന ആ കൂട്ടുകാരൻ അവനോട് ഏതോ വലിയ തത്വം പറയും പോലെ പറഞ്ഞു. അപ്പോൾ അർജുന് 14 വയസ്സായിരുന്നു. സത്യ അച്യുത, എൻ്റെ ഈ പേടി എന്നെ നശിപ്പിക്കണോ? ഞാനും ഒരിക്കൽ ഇങ്ങനെ തന്നെ ആയിരുന്നു അർജുനോ. അമ്മ പറഞ്ഞു തന്നത് നിന്റെ പേര് ജപിക്കാനാ. എൻ്റെ പേരോ? അതെ, അതെന്നെ. അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, വിജയനും. എന്നിട്ടും ഒരു ഗുണം ഉണ്ടായില്ല അർജുനോ. അച്യുത് ശങ്കർ ഒരു നിമിഷം ആലോചിച്ചിരുന്നിട്ട് കുളിര് കയറിയതുപോലെ ശരീരമൊന്നു കുടഞ്ഞു. മരിക്കാനോ എനിക്ക് പേടിയാ അച്യുതാ. അതന്നെയാ ഞാൻ എൻ്റെ സഹദേവേട്ടനോട് പറഞ്ഞത്. ആരാ സഹദേവേട്ടൻ? വയനാട്ടിലുള്ള വല്യമ്മയുടെ മോനാ. അതിമിടുക്കനാ. മൂപ്പർക്കറിയാത്ത ഒരു കാര്യവും ഈ ഭൂമിയിലില്ല. അത് പറഞ്ഞിട്ട് അച്യുത് ശങ്കർ അവൻ്റെ സഹദേവേട്ടനെ കുറിച്ച് വാചാലനായി. സ്കൂൾ കായികമേളയിലും ശാസ്ത്രമേളയിലും കലോത്സവത്തിലുമൊക്കെ സഹദേവേട്ടൻ നേടിയ സമ്മാനങ്ങളെക്കുറിച്ച് വിസ്തരിച്ചു. നമ്മുടെയൊക്കെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമിൻ്റെ ഫോട്ടോ പതിച്ച ഒരു സ്വർണ്ണ മെഡൽ പോലും കിട്ടിയിട്ടുണ്ടത്രേ സഹദേവേട്ടന്. 5 പവനുണ്ടത്രേ അത്. അർജുൻ ആകെപ്പാടെ തരിച്ചിരുന്നു. തരിപ്പൊട്ട് മാറിയപ്പോൾ അവൻ അച്യുതിനോട് ചോദിച്ചു, എന്നിട്ട് നിന്റെ സഹദേവേട്ടൻ നിന്നോട് എന്തു പറഞ്ഞു? അത് പറ. പേടി മാറാൻ ഒരു ആയുർവേദ മരുന്നുണ്ടെന്ന് പറഞ്ഞു. പേടി മാറാൻ ആയുർവേദ മരുന്നോ? അതന്നെ. ആദ്യം ഞാനത് വിശ്വസിച്ചില്ല. പിന്നെ അനുഭവമായപ്പോൾ ബോധ്യമായി. അങ്ങനെയാണത്രേ ശാസ്ത്രത്തില്. ഓരോന്നും അനുഭവിച്ച് ബോധ്യപ്പെടണം. അതും സഹദേവേട്ടൻ പറഞ്ഞതാ. ഇപ്പോ എനിക്ക് ഒന്നിനെയും ഒരു പേടിയില്ല. അതുകൊണ്ട് എന്താ ഒരു സുഖം. അത്രയും പറഞ്ഞിട്ട് ആയുർവേദം എന്ന വലിയ ശാസ്ത്രത്തെക്കുറിച്ച് സഹദേവേട്ടൻ പറഞ്ഞതൊക്കെ വള്ളിപുള്ളി വളവ് തിരിവ് വ്യത്യാസമില്ലാതെ അച്യുത് ശങ്കർ അർജുനോട് പറഞ്ഞു. ആ പറഞ്ഞതിൽ ഒന്നുപോലും അർജുന് മനസ്സിലായതുമില്ല. അതല്ലല്ലോ പ്രധാന കാര്യം എന്ന പെട്ടെന്നുള്ള ബോധ്യത്തോടെ കണ്ണുകൾ വല്ലാതെ വിടർത്തിക്കൊണ്ട് അർജുൻ ചോദിച്ചു, എനിക്കും കിട്ടുമോ അച്യുത ആ ആയുർവേദ മരുന്ന്? ശ്രമിച്ചു നോക്കാം ഞാൻ. പക്ഷേ നീ ഇത് മറ്റാരോടും പറയരുത്. പറഞ്ഞാൽ അതിൻ്റെ ഫലം പോകുന്ന സഹദേവേട്ടൻ പറയണ. അയ്യോ, എന്നാൽ ഞാൻ ആരോടും പറയണില്ല. നിക്കെൻ്റെ പേടി മാറിക്കിട്ടണം. ഇത്രേ വേണ്ടു. എന്നാൽ നീ ഈ ശനിയാഴ്ച സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങടെ സ്കൂളിലേക്ക് വായോ.
അങ്ങനെയാണ് അർജുൻ വാസുദേവൻ മുമ്പ് ലോഹിതാക്ഷൻ മാഷ് പേടിപ്പിച്ച അതേ മാഞ്ചുവട്ടിലിരുന്ന് സഹദേവേട്ടൻ കൊടുത്ത ആയുർവേദ മരുന്ന് ഉണക്കിലയിൽ ചുരുട്ടി തീ കൊളുത്തി പുകയെടുക്കാൻ തുടങ്ങിയത്. അതിന്റെ ഫലം തികച്ചും അത്ഭുതാവഹം തന്നെയെന്ന് അവന് വൈകാതെ ബോധ്യപ്പെടുകയും ചെയ്തു. അവന്റെ ഭയം വളരെ വേഗം മാറുകയായി. ഏത് കള്ളനായാലും പോലീസുകാരനായാലും തലയിൽ കെട്ടുകാരനായാലും മുഖംമൂടിക്കാരനായാലും തനിക്ക് ഇടിച്ചു പഞ്ഞിയാക്കാൻ കഴിയുമെന്ന് അവന് തോന്നാൻ തുടങ്ങി. നിക്കിനി ഒരു ദിവസം ആ ലോഹിതാക്ഷൻ മാഷെ ഒന്ന് കാണണം. നിറയെ കായ്ച്ചു നിന്ന മാഞ്ചില്ലകളിലേക്ക് നോക്കിക്കൊണ്ട് ഒരു ദിവസം അർജുൻ പറഞ്ഞു. പോലീസിൽ ഏൽപ്പിക്കുന്നത്രേ അയാള്, പിന്നെയല്ലേ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല അയാൾക്ക്. ഇതാണ് ആത്മവിശ്വാസം. സഹദേവേട്ടൻ അവനെ ചുമലിൽ തട്ടി അഭിനന്ദിച്ചു. മിടുക്കൻ. മാഞ്ചുവെട്ടിലെ ആ സുഖശീലം അർജുൻ പതുക്കെ അച്ഛനമ്മമാരില്ലാത്ത സമയം നോക്കി വീട്ടിലെ ബാത്റൂമിലും തുടങ്ങി. സഹദേവേട്ടൻ അവന് എല്ലാ പ്രോത്സാഹനവും സഹായ സഹകരണവും ഉത്സാഹവും കൊടുത്തു. ഒരു നാൾ അവന്റെ അനുജത്തി ആതിര അത് കണ്ടുപിടിച്ചു. അവൾ ബഹളമുണ്ടാക്കി. അർജുനേട്ടൻ ദാ പുക തിന്നണു, അവൾ പറഞ്ഞു. മിണ്ടല്ലേ മിണ്ടല്ലേ, ഇതൊരു ആയുർവേദ മരുന്നാണ് എന്ന് പലതവണ പറഞ്ഞ് അർജുൻ അവളെ വിശ്വസിപ്പിക്കാൻ സർവശ്രമവും നടത്തി നോക്കി. ആതിര കൂട്ടാക്കിയില്ല. ഞാനിത് അച്ഛനോട് പറയും എന്ന് ആതിര തുടർച്ചയായി വാശി പിടിച്ചു. പേടി മാറാനുള്ള ആയുർവേദ മരുന്നാണിതാതിരെ. നിനക്ക് പേടിയില്ലാത്തതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇത് ഞാൻ നിനക്കും തന്നേനെ. അവളെ അനുനയിപ്പിക്കാൻ വേണ്ടി അർജുൻ ഇങ്ങനെയും പറഞ്ഞു. ശരി ശരി, പുക വേണ്ടെങ്കി വേണ്ട, സ്വാദുള്ള മരുന്ന് വേറെ ഉണ്ട്, നല്ല ബിസ്ക്കറ്റിന്റെ സ്വാദുള്ള മരുന്ന്. ആതിര പിന്നെയും വാശി കാട്ടി. ഞാനിത് അച്ഛനോടും അമ്മയോടും ഉറപ്പായിട്ടും പറയും. ഒരു പ്രലോഭനത്തിനും വഴങ്ങിയില്ല അവൾ. ആരെങ്കിലും ആ ആയുർവേദ മരുന്നിനെ കുറിച്ച് അറിഞ്ഞാൽ അതിന്റെ ഫലമില്ലാതാവുമെന്ന് അച്യുതനും സഹദേവേട്ടനും എത്രയോ പ്രാവശ്യം പറഞ്ഞു കൊടുത്തിരിക്കുന്നു അവന്. അതനുവദിക്കാൻ വയ്യ, ഇനിയും ഭയന്ന് ജീവിക്കാനും വയ്യ. അടുക്കളയിലെ അടുപ്പിന് താഴെയുള്ള ഗ്യാസ് സിലിണ്ടറിന്റെ അടുത്ത് വച്ചിരുന്ന ചെറിയ കൊടുവാൾ അർജുന് എടുക്കേണ്ടി വന്നത് അതുകൊണ്ടാണ്. അപ്പോഴൊന്നും അവന് പേടി ഒട്ടുമുണ്ടായിരുന്നില്ല. മരുന്നിന്റെ വൈഭവം തന്നെ. അർജുൻ മനസ്സിൽ പറഞ്ഞുറപ്പിച്ചു. സഹദേവേട്ടനെ 10 കൈകൾ കൊണ്ട് തൊഴണം. 10 അല്ല 20. മിടുക്കനായ ആ രാവണനെ പോലെ 20 കൈകൾ കൊണ്ട്. വീടിനുള്ളിൽ എവിടെയോ ഒളിച്ചിരിക്കുന്ന ആതിരയെ തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ് അർജുൻ വാസുദേവൻ. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.